കോൺഗ്രസ് മതേതര പാർട്ടിയെന്ന ദീപ്തി മേരി വർഗീസ് ആർക്കെങ്കിലും പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ടെങ്കിൽ ഭരണഘടനാ വിരുദ്ധമാണ്. കൊച്ചി മേയർ തെരഞ്ഞെടുപ്പിൽ ലത്തീൻ സഭ ഇടപെട്ടെന്ന പരാമർശത്തെക്കുറിച്ച് മേയർ വി.കെ. മിനിമോൾ തന്നെ വിശദീകരിക്കട്ടെ എന്നും ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. പാർട്ടി എന്തായാലും പാർട്ടിയുടെ നയമെന്ന് പറയുന്നത് ഇൻക്ലൂസീവ് സെക്യുലറിസമാണ്, മതേതരത്വമാണ്. അതുമാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് അവർ തന്നെയാണ് മറുപടി പറയേണ്ടത്. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. എല്ലാ വിശ്വാസങ്ങളെയും സംരക്ഷിക്കുന്നതാണ് കോൺഗ്രസ് നയം. അങ്ങനെ പ്രത്യേകമായ ഒരു പരിഗണനയും കൊടുക്കുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. അതെന്താണ് അവർ പറഞ്ഞതെന്നുള്ളത് അവർ പറയട്ടെ. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. എന്തിനു പറഞ്ഞു എന്നുള്ളത് അറിയില്ല. അവരോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടവരോ അത് പറയട്ടെ. നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. നിതിൻ, ഈ മേയർ തെരഞ്ഞെടുത്ത സമയത്തുണ്ടായ അസ്വാരസ്യങ്ങൾ അറിയാം. ഇപ്പോൾ വി.കെ. മിനിമോളുടെ തുറന്നു പറച്ചിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ നിതിൻ? ഉന്മേഷ്, വി.കെ. മിനിമോളുടെ തുറന്നു പറച്ചിലിൽ അതൃപ്തി തന്നെയാണ് ഇപ്പോൾ ദീപ്തി മേരി വർഗീസിന്റെ വാക്കുകളിൽ വ്യക്തമാവുന്നത്. ഇന്ന് കൊച്ചിയിൽ നടന്ന കേരള റീജിയൻ ലാറ്റിൻ കത്തോലിക് കൗൺസിൽ ജനറൽ അസംബ്ലിയാണ് മേയർ വി.കെ. മിനിമോൾ മേയർ പദവി ലഭിക്കുന്നതിൽ സഭ ഇടപെട്ടിരുന്നു എന്ന് തുറന്നു സമ്മതിച്ചത്. ഈ തുറന്നു പറച്ചിൽ വലിയൊരു ചർച്ചയായിരുന്നു. ഇന്ന് മേയറുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: തനിക്ക് മേയർ പദവി ലഭിക്കാൻ ലത്തീൻ സഭ ഇടപെട്ടു. മേയർ പദവിക്ക് തനിക്ക് ലഭിക്കാൻ പിതാക്കന്മാർ സംസാരിച്ചു. പദവികൾ തീരുമാനിച്ചപ്പോൾ സംഘടനാ ശക്തി കാണിക്കാൻ സാധിച്ചു. സഭയിൽ നിന്ന് ശബ്ദമുയർത്തിയതിന് ഉത്തരം ലഭിച്ചിട്ടുണ്ടെന്നും വി.കെ. മിനിമോൾ ഈ ഒരു നിലയിലാണ് ഇന്ന് മിനിമോളുടെ പരാമർശമുണ്ടായത്. എന്തായാലും നമുക്കറിയാം, മേയറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ ദീപ്തി മേരി വർഗീസ്, ഷൈനി മോൾ, അതോടൊപ്പം തന്നെ വി.കെ. മിനിമോൾ, ഈ ഷൈനി മാത്യു, അതോടൊപ്പം തന്നെ വി.കെ. മിനിമോൾ ഈ പേരുകളായിരുന്നു ഉയർന്നത്. പക്ഷേ പിന്നീട് KPCCയുടെ മാനദണ്ഡം അട്ടിമറിക്കപ്പെട്ടാണ് മേയർ സ്ഥാനത്തെ തെരഞ്ഞെടുത്തെന്നൊരു പരാതി ദീപ്തി മേരി വർഗീസ് നൽകിയിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരം ഒരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.